ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ പ്രസിഡന്റായിരുന്ന എൻ വാസുവിനെ ചോദ്യം ചെയ്തു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെത്തുകയാണ്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഷീജ, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം വളരെ വേഗത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്കടക്കം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എൻ വാസു മുൻ പ്രസിഡന്റ് അടക്കമുള്ള ആളായിരുന്നല്ലോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഏതായാലും കഴിഞ്ഞ ദിവസമാണ് SIT സംഘം ഈ എൻ വാസുവിനെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് കമ്മീഷണറുമായിരുന്നു, കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിനു ശേഷമായിരുന്നു ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. ആ ഒരു കാലയളവിൽ പക്ഷേ ഈ തട്ടിപ്പ് നടക്കുന്ന ഒരു കാലയളവിന് തൊട്ട് മുൻപും ശേഷവുമായിട്ടാണ് ഈ ഒരു സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത്, ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അത് വളരെ മുന്നേ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ, ഈ സ്വർണം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് അതിനു മുൻപുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കം കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ അടക്കം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. അതിനൊപ്പം തന്നെയാണ് ഈ സ്വർണ്ണപ്പാളികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ചുമതലയിലുള്ള ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വാസുവിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിലവിൽ ഇപ്പോൾ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആ കാലയളവിലും തൊട്ട് മുൻപും ശേഷവുമായൊക്കെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടായിരുന്നവരെ, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് കമ്മീഷണറും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ഒക്കെ ഇരുന്നവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു നടപടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം ഷീജ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര ഉന്നത പദവിയിലിരുന്ന ആളുകളാണെങ്കിൽ പോലും അവരെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ കൃത്യമായ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്യുന്നു എന്ന് വേണ്ടേ എൻ വാസുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനവും നിലപാടും ഇത് തന്നെയല്ലേ? തീർച്ചയായും അത് തന്നെയാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഉന്നതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള കാര്യം തന്നെയാണ്, പരിശോധനയ്ക്ക് വിധേയമാക്കി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ വാസു അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടി SITയുടെ ഭാഗത്തു നിന്നുണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. ഇതുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു തട്ടിപ്പ്, ഈ ഒരു സ്വർണ്ണമോഷണം നടക്കുന്നതിന് മുൻപും ശേഷവുമുള്ള കാലയളവിൽ അവിടെ ഉണ്ടായിരുന്നവരോ, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർ ആകട്ടെ, തിരുവാഭരണ കമ്മീഷണർ ആകട്ടെ, ഏത് നിലയിലാണെങ്കിലും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നവരെ എല്ലാവരെയും ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുൻ ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ അടക്കം ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആവശ്യമുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യമടക്കം മുന്നിലുണ്ടല്ലേ? തീർച്ചയായും അത് സ്വാഭാവികമായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാത്ത പക്ഷം ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഇവർക്കെതിരെ ആർക്കെതിരെയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അവരെ കൂടുതലായി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകും. ഇപ്പോഴേതായാലും ആദ്യഘട്ട നടപടി എന്ന രീതിയിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടി തന്നെയാണ് നിലവിലിപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വാസുവിനെ വിട്ടയച്ചിരിക്കുന്നത്.